വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് തുടരും സിനിമയുടെ റിവ്യൂ ആണ്. കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ് എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ഈ 4ാമത്തെ ദിവസവും UAE പടം ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിലൊക്കെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റിലാണ് കിട്ടിയത്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ദൃശ്യത്തിന് ശേഷം മോഹൻലാലിന്റെ ത്രസിപ്പിക്കുന്ന പെർഫോമൻസ് കണ്ട ഒരു മൂവി. ഫാമിലികളൊക്കെ 100% ഇടിച്ചു കയറും. സ്ലീപ്പർ സെൽ ഫാൻസിനൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ് തുടരും. എല്ലാവർക്കും മസ്റ്റ് വാച്ച് ആണ് തുടരും. പിന്നെ തുടരിനെ കുറിച്ച് ഉള്ള പോസിറ്റീവ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ പോസിറ്റീവ് ലാലേട്ടൻ. മോഹൻലാലിന്റെ ആക്ടിങ് നമുക്കറിയാലോ, അദ്ദേഹം ഈ റേഞ്ച് വരെ ആക്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ കുറെ നാളായിട്ട് പല സിനിമകളും പല ഡയറക്ടേഴ്സും മോഹൻലാലിന്റെ ആക്ടിങ്ങിനെ പുറത്തെടുത്തിട്ടില്ല. പക്ഷെ തരുൺ മൂർത്തി അത് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് കിടിലനായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അത് ആ സിനിമയിൽ കാണാനും ഉണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് സീനുകൾ പറയാന്ന് വെച്ചാൽ ഒരുപാട് സീനുകൾ പറയുന്നുണ്ട്. ഈ ബാത്റൂമിൽ കരയുന്ന ഒരു സീനുണ്ട്, അത് സ്ലിപ്പ് ചെയ്ത് വീണിട്ടൊരു കരച്ചിട്ടുണ്ട്. അയ്യോ, ആ സീൻ തന്നെ മതി മോഹൻലാലിന്റെ. ഒന്നും പറയാം. പിന്നെ ക്ലൈമാക്സ്, പിന്നെ പടത്തിന് തുടക്കം തൊട്ട് അവസാനം വരെ എങ്ങനെയാണ് ഈ സിനിമ പോണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് എന്താ പറയുക, ഫാമിലിയും കുറച്ച് കോമഡിയും ഒക്കെ ആയിട്ട് ഒരു സ്ലോ പേസിലാണ് പോകുന്നത്, ലൈക്ക് ദൃശ്യം പോയ പോലെ തന്നെ. പിന്നെ ഇന്റർവെല്ലിന് മുമ്പ് തൊട്ടൊരു ട്വിസ്റ്റ് അങ്ങോട്ട് വരും. പിന്നെ പടം ഒരു ലെവലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രില്ലടിച്ച് സീറ്റ് എഡ്ജ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ഇരുന്ന് കണ്ടുവരും ആ സിനിമ. പ്രത്യേകിച്ച് വില്ലന്റെ ക്യാരക്ടറാണ് ഏറ്റവും. പ്രകാശ് വർമ്മ എന്നാണ് വില്ലന്റെ പേര്. ആള് ശരി വോഡാഫോണിന്റെ ഒക്കെ മറ്റേ സുസു ആഡൊക്കെ ഇല്ലേ, അതിനൊക്കെ മെയിൻ ആളുടെ ക്രിയേഷൻ നടത്തുന്ന കേട്ടത്. ആളുടെ ആക്ടിങ് സ്കില്ല്, പിന്നെ ആളുടെ റിയൽ വോയിസ് ആണോ ഡബ് ചെയ്തത്, ബീൻ ആന്റണിയുടെ ഹസ്ബൻഡാണോ ഡബ് ചെയ്തതിന് ഡൗട്ട് ഉണ്ട്. ഡബിങ്ങും പിന്നെ ആളുടെ ആക്ടിങ്ങും വേറെ ലെവലായിരുന്നു. വില്ലൻ ഇത്ര പവർഫുൾ ആയതുകൊണ്ടാണ് നായകനും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പും വന്നത്. ഒരു സിനിമയിൽ വില്ലൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവുന്നത് നമ്മ ഈ ദൃശ്യം പിന്നെ തുടരും പോലത്തെ മൂവിയാണ്. തുടരും മൂവിയിലെ വില്ലന്റെ കൂടെ നിൽക്കുന്ന ആള് ബിനു പപ്പു ആണ്. ആളും കിടിലൻ ആക്ടിങ് ആയിരുന്നു. പിന്നെ ഫർഹാൻ ഫാസിലും ഒരു അധികം സീൻ ഇല്ലെങ്കിലും ഉള്ള സീൻ കിടിലനായിട്ടുണ്ട്. പിന്നെ ശോഭനയ്ക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഓക്കെ, ഒരു എബവ് ആവറേജ് ആക്ടിങ് ആയിരുന്നു ശോഭനയുടെയും. പക്ഷെ പറയാനുള്ളത് വില്ലനും നായകനും വേറെ ലെവൽ ആക്ടിങ്. അവരുടെ ആക്ടിങ് ഈ ശരിക്കും ചില ഒരു ഏറ്റവും മികച്ച ഫൈറ്റ് എന്ന് ഇതിലുള്ളത് ഒരു ജയിലിൽ കിടന്നൊരു ഫൈറ്റ് ഉണ്ട്. ആ സമയത്ത് പ്രേക്ഷകരുടെ മൈൻഡിൽ തന്നെ വരും, പിന്നെ പൊട്ടിക്കാൻ പറയും. കറക്റ്റ് പറയുന്ന സമയത്ത് ഇടിയും പൊട്ടും. അതില് നല്ല മാസിന് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ആ പടം കാണുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഒരു മാസ് ഫീലും രോമാഞ്ചവും കരച്ചിലൊക്കെ വരും. പടം കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലിയും കരഞ്ഞിട്ടാ ഇറങ്ങിപ്പോയത്. എന്താ ഈ പടത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഒരുപാട് പ്രാവശ്യം കാണാനും നമുക്ക് കാണാനും തോന്നും. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം ആയി വരും മോഹൻലാലിന്റെ തുടരും. എനിവേസ്, എല്ലാവരും പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തോ, പടം കാണാം. ഫുള്ളി പാക്ക് തിയേറ്ററിൽ തന്നെ കാണാം. ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. മിക്കവാറും എല്ലാ കളക്ഷനും റെക്കോർഡും പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. തുടക്കം ഭയങ്കര കളക്ഷനായിട്ട് കളക്ഷൻ ഡൗൺ ആവണേക്കാളും ഫാർ ബെറ്റർ ആണ്. കളക്ഷൻ കുറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരു കയറ്റം കയറുന്നത്. ആ കയറ്റം കയറുന്നത് ഏതറ്റം വരെ പോകുമെന്ന് ഈ ബോക്സ് ഓഫീസിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എനിവേയ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.